പുതിയൊരു ഇന്ത്യൻ ഹൊറർ സീരീസ് പുറത്തു വന്നിട്ടുണ്ട് കൗഫ്. നല്ല രസമുള്ളൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സീരീസ് ആണെന്ന് പറയും. ഒരു ലേഡീസ് ഹോസ്റ്റലിനകത്തുള്ളൊരു പ്രേതം, അതിന് ബേസ് ആയിട്ടാണ് സീരീസ് മുഴുവൻ. പക്ഷേ ഇപ്പോൾ ഹോസ്റ്റലിനകത്തുള്ള പ്രേതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോർമലി കോമഡി സാധനങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതങ്ങനെയല്ല, ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോകുന്നത്. സോ ഹൊറർ മോഡിനെക്കാളും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിനേക്കാൾ കൂടുതലായിട്ട് ഈ സീരീസ് ചർച്ച ചെയ്ത് പോകുന്ന ഭയങ്കര സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഇതിൻ്റെ ലെയർഡ് ആയിട്ടാണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഹൊറർ സീരീസ് ആയിട്ടാണെങ്കിലും സീരീസ് ചർച്ച ചെയ്ത് പോകുന്ന മെയിൻ കാര്യങ്ങളിലൊന്ന് ഇന്നത്തെ കാലത്തെ ഇന്ത്യൻ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സീരീസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ ഒരു വുമൺ സെൻട്രിക് ആയിട്ടുള്ള സീരീസ് ആണെന്ന് പറയാം. പക്ഷെ അതിനെ ഇങ്ങനെ മുഴച്ച് കാണിക്കാതെ അല്ലെങ്കിൽ അതിനെ എംഫസൈസ് ചെയ്ത് കാണിക്കാതെ സബ് ലെയർഡ് ആയിട്ട് വെച്ച് ഒരു കാര്യത്തെ മാസ്ക് ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ കാണിച്ചു പോകുക. സോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു നോർമൽ ഹൊറർ സീരീസ്, പക്ഷേ അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് ടോപ്പിക്സും കൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു വാച്ചായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ആൻഡ് ഇതിൻ്റെ ഒരു സ്റ്റോറിയിലെ നല്ല രസമാണ്. ഒരു ഹോസ്റ്റലിനകത്തൊരു പ്രേതമുണ്ട്. ആ ഒരു പ്രേതം ആ ഒരു ഹോസ്റ്റലിനകത്തുള്ള കുറച്ച് പേരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ആ ഹോസ്റ്റലിലേക്ക് പുതിയതായിട്ട് താമസത്തിന് പ്രത്യേകിച്ച് ഈ ഒരു പ്രേതമുള്ള ഒരു റൂമിലേക്ക് താമസത്തിനായിട്ട് വരുന്ന പുതിയൊരു പെൺകുട്ടിയുണ്ട്. ആ ഒരു കുട്ടിയുടെ പാസ്റ്റ് ലൈഫ് എന്താണ്, ആ ഒരു കുട്ടിയുടെ റിലേഷൻഷിപ്പ് എന്താണ്, ഈ കുട്ടി എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുന്നത്. ഇതുകൂടാതെ ആ ഒരു ഹോസ്റ്റൽ വാർഡൻ ഉണ്ട്. ആ വാർഡൻ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഒരു ഫ്രണ്ടിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫ് സ്റ്റോറി, ഇങ്ങനെ പല ഇൻ്റർലിങ്ക്ഡ് അല്ലാത്ത എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും കോമൺ ഫാക്ടറായിട്ട് പറയാവുന്ന ഒരു ഹോസ്റ്റലാണ്. അങ്ങനെ ആ ഹോസ്റ്റലുള്ള മറ്റു എല്ലാ ക്യാരക്ടേഴ്സും തന്നെ തമ്മിൽ ബന്ധമില്ലാത്ത പല ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറിയിൽ ഇങ്ങനെ പാരലി കൊണ്ടുപോയി എല്ലാം കൂടി ക്ലബ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തി നിർത്തിക്കലാണ് ഈ സീരീസിൻ്റെ മെയിൻ ഉദ്ദേശം. ആ ഒരു എത്തിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ എല്ലാം കൂടി ക്ലബ് ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കൊരു പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാനത്തെ പോർഷനൊക്കെ എത്തുമ്പോൾ ഒരു ഈവിൾ ഡെഡ് വൈബൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നല്ല രീതിക്ക് നല്ല എൻഗേജിങ് ആയിട്ട് ഇതിന് മേക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരു നോർമൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഹൊറർ പാറ്റേൺ അല്ല അത്. നമുക്കിപ്പോൾ ഈ സ്വിച്ച് ഇട്ടാവ് തിരിഞ്ഞ് പ്രേതം വരും അല്ലെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞ് ബാക്കിൽ സാധനം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലെന്തൊക്കെ പുതുമ കൊണ്ടുവരാം, അതിലെന്തൊക്കെ സ്റ്റോറി ലൈൻ കൊണ്ടുവരാം. ഇപ്പോൾ ഒരു സാധനം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രേതത്തിനും ഒരു ബാക്ക് സ്റ്റോറി കൊടുത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ നാച്ചുറൽ ഇവൻറ്റിനും കാരണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാത്തിനും ഉപരി ഹോസ്റ്റലായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു ദുർമന്ത്രവാദിയായ ഒരു ക്യാരക്ടറുണ്ട്. ആളുടെ സ്റ്റോറിയിൽ എങ്ങനെ പാരലീവും ഇവരൊക്കെ എങ്ങനെയാണ് ക്ലബ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസ് പ്രധാനമായിട്ട് എടുത്തു തുടങ്ങി. സോ ഭയങ്കര എൻഗേജിങ് ആൻഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഒരുപാട് സസ്പെൻസ് പറഞ്ഞ സാധനങ്ങൾ. സോ ഒരു മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ മോഡിലേക്കൊക്കെ നമുക്ക് കണക്കൂട്ടാൻ പറ്റാവുന്നൊരു സാധനമാണ്. വേണമെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ നടക്കുമ്പോഴെങ്കിൽ പറയാം. പക്ഷേ പക്ക സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ തന്നെയാണ് സീരീസ് ചർച്ച ചെയ്ത് പോകുന്നത്. സോ സ്റ്റോറിയിലെ നല്ല രസമുള്ള നല്ല കിഡിലിന് ആക്ടിംഗ് ഉള്ള ഇതിൽ പ്രധാനപ്പെട്ട ആ ഒരു മെയിൻ പ്രോട്ടോഗണിസ്റ്റ് ക്യാരക്ടർ അവതരിപ്പിച്ചുള്ള ആ ഒരു പെൺകുട്ടി കിഡിലിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഷെയ്ഡുകൾ മാറുന്നതും ഈ പൊസസ്ഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ സ്റ്റേറ്റൊക്കെ കാണിക്കുന്ന സമയത്തുള്ള മേക്കപ്പ് ആയിക്കോട്ടെ, അതിന് മേക്കിംഗ് ആയിക്കോട്ടെ, ഇവരുടെ ഒരു ആക്ടിങ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സോ ഒരു നോർമൽ ഞാൻ പെട്ടെന്ന് ചില സമയത്തൊക്കെ ഒരു ഇന്ത്യൻ വെബ് സീരീസ് കാണുകയാണെന്നുള്ള ഒരു മൂഡ് തന്നെ മാറിപ്പോയി. ആ രീതിക്കാണ് പല സാധനങ്ങളും ചിലപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റേതായ ഫോൾട്ടുകളുണ്ട്. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 10 out of 10 കൊടുക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. കാരണം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില സാധനങ്ങളൊക്കെ കുറച്ച് വലിപ്പിച്ചതായിട്ടെന്ന് തോന്നും. സോ കുറച്ച് മെല്ലെപ്പോക്കാണ്. പെട്ടെന്ന് ചാടിക്കയറി വലിച്ച് നമുക്ക് എല്ലാ ഒറ്റയടിക്കൊന്നും റിവ്യൂ ചെയ്യുന്നില്ല. കുറച്ച് ടൈം എടുത്ത് കുറച്ച് ക്ഷമ എടുത്ത് കാണേണ്ട സാധനമാണ്. ഒരു 8 എപ്പിസോഡുകളുണ്ട്. വേണമെങ്കിൽ ഒരു 5 or 6 ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചുരുക്കമായിരുന്നു നമുക്ക് തോന്നും. പക്ഷേ സ്റ്റിൽ അധിക വെറുപ്പിക്കലൊന്നും ഇല്ലാതെ ഇതിൻ്റെ കഥ ഇങ്ങനെ എൻഗേജിങ് ആയതുകൊണ്ട് എന്താണ് ശരിക്കും നടന്നത് എന്നറിയാൻ നമുക്കൊരു ആകാംക്ഷ ഉള്ളത് കൊണ്ട് അവസാനം വരെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നല്ല എൻഗേജിങ് ആയിട്ടുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആമസോൺ പ്രൈമിലാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 8 എപ്പിസോഡുകളുണ്ട്. എല്ലാ ഭാഷയുണ്ട്, തമിഴടക്കം മലയാളം അടക്കം. ഞാൻ കണ്ടത് മലയാളം ഡബ്ബാണ്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. തെറിയടക്കം പക്ക എങ്ങനെയാണോ അതേപോലെ തന്നെ പെർഫെക്റ്റ് തെറികളാണ് സീരീസ് മുഴുവൻ. സോ ഒരു 18+ സാധനം കൂടിയാണ്. അഡൾട്ടറേറ്റഡ് ആണ്. ഫാമിലി ആയിട്ട് നമ്മൾ ലൗഡായിട്ട് ടി വിയിൽ കണ്ട ഫുള്ള് തെറി വിളിക്കുന്നത് കേൾക്കും. അല്ലാതെ വേറെ സെക്ഷലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സീരീസ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കുറച്ച് സീരിയസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 18+ കണ്ടന്റ് ഉള്ള സീരീസ് കൂടിയാണെന്ന് ഉറപ്പിക്കുന്നു. സോ ഹൊറർ സീരീസാണ്. ഈ ഒരു നോർമൽ ഹൊറർ അല്ലെങ്കിൽ ഹൃദയ പ്രേതം എന്നല്ല, അതിനകത്ത് നല്ലൊരു സ്റ്റോറി ലൈൻ വെച്ച് നല്ല ബിൽഡ് ചെയ്ത് നല്ല ക്യാരക്ടർ സെൻട്രിക് ആക്കിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉള്ളൊരു സാധനമായിട്ട് തോന്നി. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.